إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 192-193 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആയത്തും. ഫഇനിൻതഹു, ഇനി അവർ പിന്തിരിയുകയാണെങ്കിൽ പിന്മാറുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ നഷ്ടപരിഹാരം നൽകിയോ അവർ പിന്തിരിയുകയാണെങ്കിൽ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. അങ്ങനെ അവർ അതിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയോ ചെയ്താൽ അവരെ വെറുതെ വിടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധ നിയമമായി പറയുന്നത്. വഖാതിലൂഹും മത്താ ലാ തകൂന ഫിത്നതുൻ, വഖാതിലൂഹും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഹത്താ ഏതുവരെ ലാ തകൂന ഫിത്നതുൻ, ഫിത്ന ഉണ്ടാകാതിരിക്കുന്നതുവരെ. ഫിത്ന ഉണ്ടാകാതിരിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ സമാധാനം പുലരുന്നതുവരെ, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് യുദ്ധം. ആ ഫിത്ന ഒരുപാട് തരത്തിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും അഴിച്ചുകൊണ്ടുകൊണ്ട് നാട്ടിൽ അസമാധാനം പുലർത്തുന്നവരെ നിലക്ക് നിർത്തേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദീൻ അള്ളാഹുവിനാകുന്നതുവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചു കൊണ്ടുള്ള ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചാണ് ആ പറയുന്നത്. മദീനത്തിൽ ഇസ്ലാമിക രാജ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കി. അതിന്റെ കീഴിൽ തന്നെയാണ് അവിശ്വാസികളായ യഹൂദരും ക്രൈസ്തവരുമെല്ലാം താമസിച്ചത്. അവർ അതിനുള്ള ചില നിയമാവലികൾ അള്ളാഹുവിന്റെ റസൂൽ നിർമ്മിക്കുകയുമുണ്ടായി. ഇതൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫഇനിൻതഹു, ഇനി അവർ പിന്മാറുകയാണെങ്കിൽ ഫലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. ഫഇനിൻതഹു, ഇനി അവർ പിന്തിരിയുകയാണെങ്കിൽ ഫലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, അക്രമികൾക്കെതിരായിട്ടല്ലാതെ പ്രതിക്രിയ പാടില്ല എന്നാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തന്നെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.